Dear students, very good morning all. Once more all are welcome to Business Management new video classroom. In this video we are going to discuss importance of communication. What are the importance of communication? Importance of communication. What are the importance of communication? Communication is essential for the success of organization. It is an indispensable part of management. A manager spends much of his time for communication purpose. Then what are the importance or advantages of communication? Number one, act as a basis for decision making. Decision making. Decision making is the fundamental function of manager or the supreme authority of an organization. So, the success of an organization depends upon the decision or controlling system of an organization or a manager. Then, communication is an essential requirement for decision making and planning. Planning is deciding in advance and also to take the decisions for the successful running of an organization. So, communication is an essential requirement for both planning and decision making. The quality of managerial decisions depend upon the quality of communication. നമുക്കറിയാം, ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ അത് കൺസേൺഡ് അതോറിറ്റിക്ക് അല്ലെങ്കിൽ കൺസേൺഡ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ കൺസേൺഡ് ഇൻഡിവിജ്വൽ ആരാണോ അവർക്ക് അതിന്റെ റിയൽ ഫോമിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ള സെൻസ് അതേ സെൻസിൽ എന്ത് ചെയ്യണം, ആ ഒരു മാറ്റർ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ടി അത് എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സെൻസിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പാർട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സെൻസും സെയിം ആയിരിക്കണം. ആ രീതിയിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു ഫോമിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ പ്ലാനിങ് പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്ലാനിങ് കമ്പനിയിലുള്ള മൊത്തം ആളുകളുടെ ഇടയിലേക്കും അല്ലെങ്കിൽ ഓരോ ഡിസിഷൻസും ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഇടയിലേക്കും എത്തിക്കണമെന്നുണ്ടെങ്കിൽ വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു ഫോമിനകത്ത് ഉണ്ടാവും. സോ ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. Is it clear? The second one, basis for coordination. Basis for coordination. നല്ല കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കമ്മ്യൂണിക്കേഷൻ വേണം. നമുക്കറിയാം, ഒരു ഫോമിനകത്ത് ഒരുപാട് വർക്ക് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ആ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ്സ്. സോ അത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചറിൽ, ഡിഫറെൻറ്റ് ടേസ്റ്റിൽ, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഫോമിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഫോമിനകത്തുണ്ടായിരിക്കണം. ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ ഓരോരുത്തർ കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം, ഓരോരുത്തരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. ഓക്കെ, അപ്പം നല്ല ഒരു കോർഡിനേഷൻ സിസ്റ്റം ഫോം ചെയ്യണമെങ്കിൽ, ദാറ്റ് മീൻസ് ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ an organization consists of a large number of persons. നമ്മളറിയാം, സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വേണം. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ, ടോട്ടൽ വർക്കിനെ അല്ലെങ്കിൽ ടോട്ടൽ ലേബറിനെ എന്ത് ചെയ്യാണ്,
ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്പർ ഓഫ് പേഴ്സൺസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് പേഴ്സൺസ് കടന്നു വരുമ്പോൾ എല്ലാ ആളുകളെയും ഫോമിന്റെ ഒബ്ജക്റ്റീവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നല്ലൊരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് വരണം. അപ്പൊ അങ്ങനെ ഒരു കോർഡിനേഷൻ സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ എന്തുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ വർക്ക് കിട്ടും. അപ്പൊ നല്ലൊരു പ്ലാനിങ് പ്രോസസ്സ് കിട്ടുന്നു, അതുപോലെ നല്ലൊരു ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നല്ല ഒരു കോർഡിനേഷൻ കിട്ടിക്കുന്നു. Then third one, promotes cooperation and human relation. Cooperation and human relation. Cooperation and human relation. നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസേഷൻ, അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ ഒരു ഫോമിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് ഫോമിനകത്ത് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ്, അവരുടെ ഹാബിറ്റ്, ഇതൊക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു ഹ്യൂമൻ സൈക്കോളജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഏതിലുണ്ട്? നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ആ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന എൻകോഡിംഗ് പ്രോസസ് നടത്തുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാവുന്ന ആളോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഹിന്ദി അറിയുന്ന ആളോട് ഹിന്ദിയിൽ സംസാരിക്കണം, മലയാളം അറിയുന്ന ആളോട് മലയാളത്തിൽ സംസാരിക്കണം. മീൻസ് അത് റിസീവ് ചെയ്യുന്ന ആള് ഏത് രീതിയിലാണോ അതിനെ എൻകോഡിങ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കോഓപ്പറേഷൻസ് ഉണ്ടാവും, സഹവർത്തിത്വം. മീൻസ് ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിൽ. എന്താ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഒരാൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഇത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു കോഓപ്പറേഷൻ ഈ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ സാധിച്ചെടുക്കാം. അതുപോലെ ഹ്യൂമൻ റിലേഷനും കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, then fourth one, increases managerial efficiency. മാനേജീരിയൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. increases managerial efficiency. മാനേജീരിയൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെ? ദ മാനേജ്മെന്റ് കൺവേസ് ഐഡിയാസ്, ഡയറക്ഷൻ, ഗോൾസ്, ടാർഗറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ സബോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ അത് സബോർഡിനേറ്റ്സിന് കൺവേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഒരു മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻസ്, അവരുടെ ഡയറക്ഷൻസ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ കമാൻഡ്, ഇതെല്ലാം എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സ്, ദാറ്റ് മീൻസ് മിഡിൽ ലെവൽ ലോവർ ലെവലിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഫോർവേഡ് ചെയ്തു പോകുന്നു. ഇൻ ദിസ് സെയിം വേ ദ മാനേജ്മെന്റ് അലോക്കേറ്റ് ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതോടുകൂടി അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ഡ്യൂട്ടീസും ലാബിലിറ്റീസും എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ ചെയ്യും. All these are possible only with the help of effective communication. അപ്പോൾ ഓരോരുത്തരുടെ അതോറിറ്റി എന്താണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാനേജേഴ്സിന്റെ എഫിഷ്യൻസി വർദ്ധിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. എംപ്ലോയി മോട്ടിവേഷൻ, employee motivation and morale. Employee motivation and morale. An efficient communication system will enable management to change their attitude to motivate and serve the subordinates or to satisfy the subordinates. സബോർഡിനേറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും സബോർഡിനേറ്റ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനും അതോടൊപ്പം സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്തു കൊണ്ടുവരാനും. ദാറ്റ് മീൻസ് ഓരോ ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട്, അവരുടെ ജോബിന്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട്, അവർ ഇൻവോൾവ് ആയിട്ടുള്ള വർക്കിന്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മോട്ടിവേഷൻ ടെക്നിക്സ് കൊടുക്കും, പ്രൊട്ടക്ഷൻ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇതിനെന്ത് വേണം? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം.
ഓക്കെ, അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താണോ മാനേജ്മെന്റിന്റെ കയ്യിലുള്ള സ്ട്രാറ്റജീസ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവും ഉണ്ടാവാം, നെഗറ്റീവും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിലൂടെ അങ്ങനെ ഒരു മോട്ടിവേഷൻ സിസ്റ്റം കൊടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്ഷനായി അവർ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, the communication is the means by which employees can bring their suggestions, difficulties, grievances to the notice of the management. ഓക്കെ, ടു വേ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസും ഐഡിയാസ് എന്ത് ചെയ്യുന്നു, ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ്. ലോവർ ലെവലിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ ലോവർ ലെവൽസിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന സജഷൻസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ഗ്രീവൻസസ് ഇതൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലോവർ ലെവലിൽ നിന്നും ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ അപ്പർ ലെവലിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ദാറ്റ് മീൻസ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു ഫോമിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ എംപ്ലോയീസിന്റെ മോട്ടിവേഷനും അതുപോലെ എംപ്ലോയീസിനിടയിൽ നല്ലൊരു മൊറൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Okay, the next one emphasizes on effective leadership. Emphasizes on effective leadership. ലീഡർഷിപ്പിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഇൻഡിവിജ്വല് നമ്പർ ഓഫ് ഫോളോവേഴ്സിനെ ലീഡ് ചെയ്തു പോകുന്നതാണെന്ത്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് റിക്വയർസ് ആൻ എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം, എല്ലാ ആളുകളോടും നമ്മൾ കമാൻഡുകൾ കൊടുക്കണമെങ്കിൽ, ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ, അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് അറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫാക്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് മുമ്പിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലീഡർഷിപ്പ് ഫോമിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോളോവേഴ്സിന് കൊടുക്കേണ്ട കമാൻഡ് ഏത് സമയത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വോളിയം എങ്ങനെയാണ്, ഏത് ടൈമിനാണ് അത് കൊടുക്കേണ്ടത്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരോട് റിയാക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ലീഡറിൻ്റെ ക്വാളിറ്റീസിൽ അല്ലെങ്കിൽ ലീഡറിൻ്റെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡ് പാർട്ടീസ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡ് പാർട്ടീസ്. ആരെല്ലാമാണ് ഔട്ട്സൈഡ് പാർട്ടീസ്? Then to compare with companies. കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് ഔട്ട്സൈഡ് പാർട്ടിയാണ്, ക്രെഡിറ്റേഴ്സ് ഔട്ട്സൈഡ് പാർട്ടിയാണ്, കൺസ്യൂമർ ഓർ കസ്റ്റമർ ഔട്ട്സൈഡ് പാർട്ടിയാണ്, ഗവൺമെന്റ് അതോറിറ്റി ഔട്ട്സൈഡ് പാർട്ടീസ് ആണ്. ഇവരൊക്കെ എന്താണ്, ഔട്ട്സൈഡേഴ്സ് ആണ്. അപ്പോൾ ഈ ഔട്ട്സൈഡേഴ്സുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. Okay, communication helps to build the contact with the outside parties like customers, associations, other manufacturers, advertisers, suppliers, then government authority, local authorities, etc. അപ്പോൾ ഇവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫേം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി, ഇപ്പോൾ ഗവൺമെന്റ് അതോറിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല ക്രെഡിറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല ബാങ്കിനോട് കമ്മ്യൂണിക്കേറ്റ്, അതല്ല ഒരു കസ്റ്റമറിനോട് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒരു ഫോമിനകത്തുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫോം റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, then a cordial relationship can be created through a proper communication system in between organization and public. അപ്പോൾ പബ്ലിക്കിനും ഓർഗനൈസേഷനും ഇടയിൽ നല്ല ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഫോം റൺ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു.